സത്യത്തിൽ എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? ഏകദേശം 1,33,880 ഒഴിവുകളാണ് നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക്, അതായത് നമ്മുടെ GD കോൺസ്റ്റബിൾ പോലുള്ള പോസ്റ്റുകളില്ലേ, മിനിമം 10ാം ക്ലാസ് ബേസിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണിത്. അതിലേക്ക് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ +2 റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ 10th കഴിഞ്ഞവർ, ജോലി നോക്കുന്നവര്. അപ്പൊ അവരുടെ മുമ്പിലേക്കാണ് മിനിമം 10ാം ക്ലാസ് യോഗ്യതയിൽ ഇത്രയധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് ശതമാനം നമ്മുടെ അഗ്നിവീർ ഇന്ത്യൻ ആർമിയിൽ ഇപ്പോ, അതുപോലെ തന്നെ അഗ്നിപത് സ്കീം വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കയറി അവർക്ക് കുറച്ച് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാലും നമ്മുടെ BSFന്റെ പുതിയധികം ബറ്റാലിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എങ്കിലും വേക്കൻസി കൂടത്തേ ഉള്ളൂ. ഒരുപാടധികം ഓപ്പർച്യൂണിറ്റി മുന്നിലേക്ക് വരാനായിട്ടുണ്ട്. അപ്പൊ ഇത് അറിയാതെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാടധികം ആൾക്കാരുണ്ടാവും, ജോലി നോക്കുന്നവര്, അതുപോലെ തന്നെ ഈ യൂണിഫോം ജോലിയോട് താല്പര്യമുള്ളവരുണ്ടാവും. അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് വരുന്ന GDയിലൊക്കെ തുടക്കത്തിൽ കുറച്ച് വേക്കൻസിയെ വരത്തുള്ളൂ, പക്ഷെ പിന്നീട് വേക്കൻസി അപ്ഡേറ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്രയും വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ ബയോയില് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനിയും വേക്കൻസി അപ്ഡേറ്റ് ആവാനുള്ള സാധ്യതയാണ് മുന്നോട്ടേക്ക് കാണുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ഒതുക്കാതെ അതിന്റെ വേക്കൻസി വരുന്നു, അതുപോലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, അപേക്ഷ തുടങ്ങുന്നു, പിന്നെ അതിന്റെ സെലക്ഷൻ നടക്കുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരാറുണ്ട്. കൃത്യമായി യൂട്യൂബിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സ്ആപ്പ് ചാനലിലൂടെ ഇപ്പൊ ഇതാ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ജോബ് ലഭിച്ചിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും നേടാനായിട്ട് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് വരും. ഇത്രയധികം വേക്കൻസി വന്നത് അറിയിക്കാനായിട്ടാണ് ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു.